നമസ്കാരം. പാർലമെന്റിലെ സംഘർഷത്തിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ബി എം പി ഹേമന്ത് ജോഷി നൽകിയ പരാതിയിലാണ് ഡൽഹി പോലീസ് കേസെടുത്തിരിക്കുന്നത്. നിയമോപദേശം തേടിയ ശേഷമാണ് പോലീസിന്റെ നടപടി. മുറിവേൽപ്പിക്കൽ, അപായപ്പെടുത്താൻ ശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. അംബേദ്കറെ ചൊല്ലി നടത്തുന്ന പ്രതിഷേധത്തിനിടെ സഭയ്ക്ക് അകത്തും പുറത്തും ഭരണ പ്രതിപക്ഷ പിമാർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും ഉണ്ടായിരുന്നു. ഇരുപക്ഷത്തെയും പിമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബി എം പി പ്രതാപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റിരുന്നു. അമിത്ഷായുടെയും അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറിയത്. രാഹുൽ ഗാന്ധി പതിവ് വെള്ള ഷർട്ട് ഉപേക്ഷിച്ച് നീല ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നിന്നത്. ഇതേസമയം കോൺഗ്രസ് അംബേദ്കറെ അപമാനിക്കുന്നു എന്ന് ആരോപിച്ച് ബി പിമാരും പാർലമെന്റിന് മുമ്പാകെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇവർ മുഖാമുഖം വന്നതോടെ കയ്യാങ്കളിയും വാക്കേറ്റത്തിലും കലാശിച്ചു. സംഘർഷത്തിൽ കോൺഗ്രസ് പിമാരും പരാതി നൽകിയിരുന്നു. മറുവശത്ത് അംബേദ്കർ കോൺഗ്രസ് അപമാനിച്ചു എന്ന് ആരോപിച്ച് ബിയും പ്രതിഷേധ മാർച്ച് നടത്തി. എ പ്രതിപക്ഷ പിമാർ നേർക്കുനേർക്ക് നിന്ന് മുദ്രാവാക്യം മുഴക്കിയതോടെ പാർലമെന്റ് വളപ്പിൽ സംഘർഷ അന്തരീക്ഷമായി. അതേസമയം പാർലമെന്റ് കവാടങ്ങളിലെ പ്രതിഷേധം വിലക്കിക്കൊണ്ടുള്ള നിർദ്ദേശവും ലോക്സഭാ സ്പീക്കർ പുറപ്പെടുവിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാർലമെന്റ് ഹൗസിൽ ഒരു ഗേറ്റിലും പ്രതിഷേധം നടത്താൻ ഒരു പിയും അനുവദിക്കില്ല എന്നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാജ്യസഭയിൽ ഭരണഘടനയുടെ മഹത്തായ 75 വർഷങ്ങൾക്ക് ചർച്ചകൾക്ക് മറുപടി പറയവെയാണ് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത്. അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേര് എത്ര തവണ പറഞ്ഞിരുന്നു എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമായിരുന്നു എന്നാണ് അമിത്ഷാ നടത്തിയ വിവാദ പരാമർശം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും പ്രതിഷേധം രൂക്ഷമാവുകയും ചെയ്തതോടെ ബി പ്രതിരോധത്തിലായി. തന്റെ പരാമർശങ്ങൾ കോൺഗ്രസ് വളച്ചൊടിക്കുന്നു എന്നാണ് ഷായുടെ വാദം.